സ്വദേശ് മെഗാ ക്യൂസ് LP തലച്ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാന്ധിജിയെ കണ്ടുമുട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ നിർണായക സംഭവമെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത്? 1916 ലക്നൗ സമ്മേളനം. കേരളത്തിലേക്കുള്ള രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചു. ഈ അവസരത്തിൽ ഗാന്ധിജിയോടൊപ്പം പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് C. രാജഗോപാലാചാരി, മറ്റേത് ആര്? മഹാദേവ് ദേശായി. സ്വാതന്ത്ര്യസമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട ഈ തടവറയുടെ പേരെന്ത്? അഹമ്മദ് നഗർ കോട്ട. ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? പ്രയാഗ്രാജ്. ഇന്ത്യക്കാരൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാര്? സ്വാമി ദയാനന്ദ സരസ്വതി. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ലാലാ ലജ്പത് റായ്. ഏത് വർഷം മുതലാണ് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1964. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ഈ ആശ്രമത്തിന്റെ പേരെന്ത്? ടോൾസ്റ്റോയ് ഫാം. 1955 ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിലൊന്നായ ഭാരതരത്ന ലഭിച്ച വ്യക്തിത്വം ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആര്? മദർ തെരേസ. ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിന്റെ പേരെന്ത്? മജീദ്, ബാല്യകാല സഖി. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രസിദ്ധമായ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഈ കവിതയിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹത് വ്യക്തിത്വം ആര്? മഹാത്മാഗാന്ധി. പ്രഥമ സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പേര് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്ത്? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിന്റെ സംഭാവനയായ വനിത? AV കുട്ടിമാളു അമ്മ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത്? നീരജ് ചോപ്ര. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരുടേതാണ് ഈ വാക്കുകൾ? അയ്യങ്കാളി. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നയിച്ചവരാണ് അലി സഹോദരന്മാർ. ഇതിൽ ഒരാൾ മൗലാന മുഹമ്മദ് അലി, മറ്റൊരു സഹോദരൻ മൗലാന ഷൗക്കത്ത് അലി. ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആര്? ബ്ലസ്സി. ഗാന്ധിജി തൻ്റെ 2 ശ്വാസകോശങ്ങളിൽ ഒന്നിനെ വിശേഷിപ്പിച്ച് സത്യത്തെയാണ്. രണ്ടാമത്തേത് ഏതാണ്? അഹിംസ. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം എന്ന് ലക്ഷ്യമാക്കി ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയം എന്തായിരുന്നു? സർവോദയ. ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? ഗാന്ധിജി. കേരളത്തിൽ തുളസീവനം പദ്ധതി ആരംഭിച്ച ജില്ല? പത്തനംതിട്ട. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? അഹമ്മദാബാദ്. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്ന കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സംരംഭം ഏത്? അമ്മത്തൊട്ടിൽ.